CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നത് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ 4-5 ദിവസമായി ഈ സമ്മേളനം വീക്ഷിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന മുഴുവൻ ആളുകളും അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഓരോ ദിവസവും പത്രം പരിശോധിക്കുന്നത്. ഒരു തൊഴിലാളി അധിഷ്ഠിത പാർട്ടി എന്ന് പറയുകയും അഭിമാനം കൊള്ളുകയും പാവപ്പെട്ട തൊഴിലാളികളുടെ രക്തത്തിൽ പടുത്തുയർത്തുകയും ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു തൊഴിലാളി പ്രശ്നം പോലും ചർച്ച ചെയ്തില്ല എന്നത് ഏത് രീതിയിലാണ്, എന്ത് അത്ഭുതത്തോടു കൂടിയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകന് നോക്കിക്കാണാൻ കഴിയുക എന്നറിയില്ല. അവിടെ ആകെ നടക്കുന്ന ചർച്ചകൾ മുതലാളിത്തവുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെ മുതലാളിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഇവിടുത്തെ മുതലാളിത്തം ഇവിടെ പടുത്തുയർത്താം, എങ്ങനെ ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാക്കാം എന്നതിലപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവർക്ക് ഒരു ദിവസത്തെ വേതനം പോയിട്ട് അവർക്ക് അവരുടെ വണ്ടിയുടെ ലോണ് പോലും അടക്കാൻ കഴിയുന്നില്ല. ജപ്തിയിലാണ്, വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല, ടാക്സുകൾ അടിക്കടി വർദ്ധിപ്പിക്കുകയാണ്, ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുകയാണ്, ഒരു ചർച്ചയുമില്ല. കേരളത്തിലെ കർഷകർ പട്ടിണിയിലാണ്. 100 കണക്കിന് കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. പലരും ആത്മഹത്യയുടെ വക്കിലാണ്, ഒരു ചർച്ചയില്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങള് കാർഷിക മേഖലയിൽ ലോൺ എടുത്ത് എല്ലാവരും ജപ്തിയുടെ ഭീഷണിയിലാണ്. പലരും ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ജപ്തിക്ക് വിധേയരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ചയും നടന്നതായിട്ട് ഈ കഴിഞ്ഞ 4-5 ദിവസം നമുക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള നാടാണ് കേരളം. 45 ലക്ഷത്തോളം ആളുകളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. PGയും PGക്ക് മേലെ PGയും ഡോക്ടറേറ്റും കഴിഞ്ഞ 10-30 ലക്ഷത്തോളം ചെറുപ്പക്കാർ കേരളത്തിൽ തൊഴിലില്ലാതെ നിൽക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് വീടടക്കം പണയം വെച്ച് ഡിഗ്രി എടുത്ത് ഡോക്ടറേറ്റ് എടുത്തവൻ അവിടെ ഹോട്ടലിലെ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. ഈ തൊഴിലില്ലായ്മ ഈ പറയുന്ന പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായിട്ട് നമ്മളാരും കാണുന്നില്ല. അപ്പൊ എന്താണ് അവിടെ ചർച്ച? അവിടെ ചർച്ച മുതലാളിത്തത്തെ കുറിച്ചാണ്. എങ്ങനെ മുതലാളിമാരാകാം, എങ്ങനെ മുതലാളിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 8 വർഷം കഴിയുമ്പോൾ ഏറ്റവും വലിയ കാതലായ ശമ്പള പരിഷ്കരണം നടത്തിയത് ഇവിടുത്തെ PSC മെമ്പർമാർക്കാണ്. 3 ആഴ്ച മുമ്പ് 2.25 ലക്ഷമുള്ള ശമ്പളക്കാരെ 4 ലക്ഷത്തിലേക്ക് ഉയർത്തി ഗവൺമെന്റ് ഒരു മടിയില്ലാതെ. അതേ സമയം ആ മന്ത്രിസഭായോഗ തീരുമാനം അവിടെ നടക്കുമ്പോൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പറയുന്ന നമ്മുടെ സഹോദരിമാർ, ആശാ വർക്കർമാർ, അന്ന് അതിന് മുമ്പ് തുടങ്ങിയ സമരമാണ്. ആ സമരത്തെക്കുറിച്ച് ഈ പറയുന്ന സമ്മേളന പന്തലിൽ ഒരു ചർച്ചയുണ്ടായിട്ടില്ല. അപ്പോ പിന്നെ ആകെ നടക്കുന്ന എന്താണ്? ഇന്നലെ വന്ന വാർത്തകൾ, എല്ലാ പാർട്ടി നേതാക്കന്മാരും അവരുടെ സാമ്പത്തിക രീതി ഇടപെടലുകളിൽ വളരെ മോശമായിട്ടാണ്. ശുദ്ധീകരിക്കണം, അവിടെ ശുദ്ധീകരണം നടക്കണം. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകളിൽ പാർട്ടി ലീഡർഷിപ്പ് ഇടപെടുന്നു. ഇവിടുത്തെ മാഫിയ സംഘങ്ങളോടൊപ്പമാണ്, ഈ റിയൽ എസ്റ്റേറ്റുകാരോടൊപ്പമാണ് പാർട്ടി നേതാക്കൾ എന്ന ചർച്ച എവിടെയാ വരുന്നത്? പാർട്ടിയുടെ ഒപ്പം നടക്കുന്ന ചർച്ചയാകെ വന്ന ചർച്ചയാ. അവിടെ ശുദ്ധീകരണം നടക്കണം. ആരാ ശുദ്ധീകരിക്കുക? ആരാത് ശുദ്ധീകരിക്കേണ്ടത്? ശുദ്ധീകരിക്കണമെങ്കിൽ അതിന്റെ ദേശീയ നേതൃത്വം, അതിന്റെ സംസ്ഥാന നേതൃത്വമാണ്. ഈ ഏറ്റവും വലിയ അഴിമതി നടത്തി, സാമ്പത്തിക തിരിമറി നടത്തി, സ്വർണ്ണക്കള്ളക്കടത്തിന് വരെ കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇവിടുത്തെ ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരോടൊപ്പം യാത്ര ചെയ്യുകയും പങ്കുപറ്റുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ എന്താ പറയാ ഉദ്യോഗസ്ഥന്മാരും, പാർട്ടി നേതൃത്വത്തെ അറിഞ്ഞും അറിയാതെയും ഈ പറയുന്ന വലിയ സാമ്പത്തിക തിരിമറികൾ നടത്താൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന നേതൃത്വം. കേരളത്തിൽ മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മനുഷ്യർ വേരറ്റ് മരിച്ചു വീഴുമ്പോൾ അവിടെ ബ്രൂവറി സ്ഥാപിക്കാൻ കോടികൾ അഴിമതി നടത്തുന്ന ഈ പറയുന്ന സംസ്ഥാന നേതൃത്വം. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഈ പറയുന്ന തിരുവണ്ണൂരിലെ സ്റ്റീൽ ഫാക്ടറി 32 കോടി രൂപക്ക് 33 ഏക്കർ സ്ഥലം വിൽപ്പന നടത്തി അഴിമതി നടത്തുന്ന പാർട്ടി ലീഡർഷിപ്പ്. ഇവരാണ് ഈ പറയുന്ന എന്താ പറയാ ബ്രാഞ്ച് സെക്രട്ടറിയെയും
ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഇത്തരത്തിലുള്ള ഇടപാടിൽ നിന്ന് മാറി നിൽക്കണം, ശുദ്ധികലശം നടത്തണം എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ ഇതാണ് കേരളത്തിലെ പൊളിറ്റിക്സ്. തൊഴിലാളി വർഗ പാർട്ടിക്ക് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി, കൃഷിക്കാരന് വേണ്ടി ഒരു വാക്കുച്ചരിക്കാൻ ഒരു സംസ്ഥാന സമ്മേളനം 4-5 ദിവസം നടന്നിട്ടും തയ്യാറാകാത്തവരാണ് ഇന്നത്തെ CPM. അതിന്റെ പരിണിത ഫലം വരാനിരിക്കുന്ന കേരളത്തിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി ഈ പറയുന്ന ഈ ഒരൊറ്റ ബ്രൂവറി പാലക്കാട് അവിടെ നടത്തിയെടുക്കുമെന്ന് പറയുന്ന ബ്രൂവറി, അത് മതി പശ്ചിമ ബംഗാളിൽ സിംഗൂരിൽ ഉണ്ടായ ആ എന്താ പറയാ തൊഴിലാളികളുടെ ജനങ്ങളുടെ ആ പ്രതിഷേധം ഉണ്ടല്ലോ, ഇന്ന് CPM-നെ എവിടെ എത്തിച്ചോ പശ്ചിമ ബംഗാളിൽ, ആ പശ്ചിമ ബംഗാളിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഈ ബ്രൂവറി കേരളത്തിൽ മാറുമെന്ന വസ്തുത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ മതി. ബ്രൂവറി കൊണ്ടുവന്നാൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് മാത്രമല്ല, അത് CPM-ന്റെ എന്താ പറയാ അന്ത്യത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ മുതലാളി വർഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ജനവിരുദ്ധരായിട്ടുള്ള നേതൃത്വം മാത്രമായി മാറിയ. ഞാൻ ചോദിക്കട്ടെ, ഈ സമ്മേളനത്തിൽ ഈ ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും സഖാവ് ഉണ്ടായോ? ഇങ്ങനെയായിരുന്നോ CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുക? ഒരാളൊരു വാക്കുച്ചരിച്ചോ? അവിടെ ഒരു വിമർശനം നടന്നോ? ഈ ഗവൺമെന്റിൽ എന്തെല്ലാം പാളിച്ചകൾ, ഇപ്പൊ ഈ ചൂണ്ടിക്കാണിച്ച നിരവധിയായ കാര്യങ്ങൾ, അത് ചോദിക്കാൻ ഒരു സഖാവിന് ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം പോയില്ലേ? അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സമ്മതിച്ചിരുന്നത്. പാർട്ടിക്ക് സെക്രട്ടറി എന്ന പേരിൽ ഒരു സെക്രട്ടറി മാത്രം നിൽക്കുകയും പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും ഗവൺമെന്റും പിണറായിസത്തിന് അടിമപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗോവിന്ദ മാഷക്കൊക്കെ എന്താ മിണ്ടാൻ വല്ല മാർഗമുണ്ടോ? ഇത് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ?